ഈ പുത്രകാമേഷ്ടിയെപ്പറ്റി ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മൾ വാൽമീകി രാമായണത്തിലാണ് പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗത്തെ സംബന്ധിച്ചുള്ള കഥ നമുക്ക് കാണാൻ കഴിയുക. ആദ്യം ദശരഥൻ നടത്തുന്ന അശ്വമേധയാഗമാണ്. അശ്വമേധയാഗം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം അന്വേഷിക്കുമ്പോൾ വസിഷ്ഠനാണ്, തങ്ങളുടെ കുലഗുരുവായ വസിഷ്ഠനാണ് പറയുന്നത്, ഋഷ്യശൃംഖരെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി, മക്കളുണ്ടാവും എന്ന് വസിഷ്ഠൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഋഷ്യശൃംഖൻ, നിങ്ങൾ വൈശാലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രംഗമൊക്കെ ഒന്ന് ഓർക്കുക. ഋഷ്യശൃംഖനെ വിളിച്ചുകൊണ്ട് വരുന്നു. ഋഷ്യശൃംഖൻ എന്ത് നടത്തുന്നു? അശ്വമേധയാഗമാണ് ആദ്യം നടത്തുന്നത്. അശ്വമേധയാഗത്തിൻ്റെ സൂക്ഷ്മ ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുത്രകാമേഷ്ടി അനാവരണം ചെയ്യപ്പെടുന്നത്. ചില കാര്യങ്ങൾ ഞാനൊന്ന് മറച്ചു പിടിച്ച് പറയാം, നിങ്ങൾ ബാക്കി ഊഹിച്ചോണം. കാരണം ഇല്ലെങ്കിൽ ഇതൊരു എ ഗ്രേഡ് കിട്ടിയ സിനിമയായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് സംഭാഷണം അതിലേക്ക് കടക്കുന്നില്ല. അശ്വമേധയാഗത്തിൽ നടക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുതിരയെ കൊണ്ടുവന്ന് ബലി കഴിക്കുമല്ലോ. കുതിരയെ കൊണ്ടുവന്ന് ബലി കഴിച്ചതിന് ശേഷം കുതിരയുടെ ഈ എന്താ പറയേണ്ടത്, അതിൻ്റെ ആ ലിംഗം അത് അറുത്തെടുത്ത് ഈ ഋഷ്യശൃംഖനും പുരോഹിതന്മാരും കൂടി ഈ രാജപത്നിമാരെ നഗ്നകളായിട്ട് ഒരു പ്രത്യേക അറയിൽ കിടത്തും. എന്നിട്ട് ഈ കുതിരയുടെ ഈ ശിഷ്യം രാജപത്നിമാരുടെ യോനിയിൽ സ്പർശിക്കണമെന്ന് വളരെ വ്യക്തമായി വാൽമീകി രാമായണത്തിൽ പരാമർശിക്കുന്നു, വളരെ വ്യക്തമായി. അപ്പം ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യമാണ്. കഥ ഇതാണ്. പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്നും അഗ്നി ഉയർന്നു വന്ന് പായസം കുടിച്ചപ്പോൾ മക്കളുണ്ടായി എന്നാണ് കഥ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഈ ശിഷ്ണവുമായി പോയപ്പോൾ സംഭവിച്ചതാണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ശിഷ്ണ കഥ ഒന്ന് മറച്ചു പിടിച്ചിട്ടാണ് ഏത് കഥ പറയുന്നത്? തീയിൽ നിന്നും ഉയർന്നു വന്ന കഥ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇരാവതി കാർവെ പോലുള്ളവർ അന്വേഷിക്കുന്ന വിഷയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ആരുടെ മക്കളാണിവർ എന്ന സുപ്രധാനമായ ചോദ്യം കഥ നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ആരുടെ മക്കളാണിവർ? അപ്പോൾ പുത്രകാമേഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നിപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചൊരു കാലത്ത് എന്തായാലും യാഗം ചെയ്തതുകൊണ്ടോ, ഉണ്ണിയപ്പം തിന്നതുകൊണ്ടോ, ഉരുളി കമത്തിയത് കൊണ്ടോ, ഉരുളി നേരെ വെച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാം. ചൊറിച്ചിൽ വരുമ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുന്നതിന് പകരം മഞ്ഞപ്പൊടിയും പ്രതിമയുമായി പാമ്പിനെ കാണാൻ പോവുകയും, പെണ്ണുങ്ങളുടെ കല്യാണം മുടങ്ങുമ്പോൾ പ്രകാശവർഷം അകലക്കടയെ ചൊവ്വയെ പഴിക്കുന്നവരുമായി മാറിത്തീരുന്ന മലയാളികൾ പുത്രകാമേഷ്ടി യാഗം ഇനിയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ അതിരാത്രത്തെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ തീപ്പെട്ടിയുണ്ട്, ലാമ്പുണ്ട്, ഇതൊക്കെയുള്ള കാലത്തും കഷ്ടപ്പെട്ട് അരണി കടയുന്ന ഈ പുരോഹിതന്മാരെ പറ്റി എന്തു പറയണം? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിരാത്രം പോലെയുള്ള ചടങ്ങുകൾ വൈദികമായ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ശതപഥ ബ്രാഹ്മണം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, ശതപഥ ബ്രാഹ്മണം, വാചസ്പതി ബ്രാഹ്മണം മുതലായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഈ യാഗങ്ങളെപ്പറ്റി പരിശോധിച്ചാൽ അറിയാം, ക്രൂരമായ ഹിംസയാണ് യാഗത്തിൻ്റെ പേരിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സായണ മാധവൻ്റെ 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സർവദർശന സംഗ്രഹത്തിൽ മാധവൻ അവരെ കളിയാക്കുന്നുണ്ട്. അശ്വസ്യാത്രി ശിഷ്ണന്തു പത്നിഗ്രാഹ്യം പ്രകീർത്തിതം. നിങ്ങൾ യാഗമെന്ന പേരിൽ ഈ ചെയ്യുന്ന എന്താണ്? കുതിരയുടെ ശിഷ്ണവും മുറിച്ചുകൊണ്ട് പോയി ഈ രാജപത്നിമാരുമായി ക്രീഡിക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാധവൻ ആരെ വിമർശിച്ചു? ഈ ബ്രാഹ്മണ പുരോഹിതന്മാരെ വിമർശിച്ചു. ഇന്നതില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ഒരു കേളി രംഗമായി അതിരാത്രം മാറുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. കാരണം യാഗം ചെയ്തുകൊണ്ട്, പണ്ട് വീറ്റി ഭട്ടതിരിപ്പാട് പറഞ്ഞല്ലോ, പാഞ്ഞാൾ പാടത്തെ കശാപ്പ് ശാല. അത്തരം കശാപ്പ് ശാലകൾ കേരളത്തിൽ ഹിന്ദുത്വത്തിന് പുതിയ വാതിലുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ ഈ കേരളത്തിനെ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടയിടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത്തരൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഹൃദയാഭിവാദ്യങ്ങൾ.